തിരുവനന്തപുരം ബ്രൈമൂർ എസ്റ്റേറ്റിലെ വനം കൊള്ളയിൽ നടന്നത് വലിയ ഗൂഢാലോചനയാണ്. വനം കയ്യേറ്റമില്ല എന്ന് റിപ്പോർട്ട് നൽകിയ മുൻ പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീഷ് കുമാർ തന്നെ മരം മുറി കരാറിലും പങ്കാളിയായി. വനംവകുപ്പ് മുൻ ഉദ്യോഗസ്ഥനുൾപ്പെടെ 5 പേർ എസ്റ്റേറ്റിലെ മരം മുറിക്കാനായി ഒപ്പിട്ട കരാറിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. 24 ബിഗ് ബ്രേക്കിംഗ്. ബ്രൈമൂർ എസ്റ്റേറ്റിൽ കയ്യേറ്റമില്ലെന്ന് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ റിപ്പോർട്ട് നൽകിയത് 2025 മാർച്ച് 27-ന്. ഇതേ ഉദ്യോഗസ്ഥനെ അഴിമതി കേസുകളുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 8-ന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. തുടർന്ന് മെയ് 1-ന് സസ്പെൻഷൻ പിൻവലിച്ച ഇതേ റേഞ്ചിൽ തന്നെ ജോലിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് മെയ് 31-ന് സർവീസിൽ നിന്ന് വിരമിച്ചു. ഇതോടെയാണ് വനം കൊള്ളയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. കയ്യേറ്റ ഭൂമിയിൽ മരം മുറിക്കാൻ തെറ്റായ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെ മരമുറി സംഘത്തിലും പങ്കാളിയായി. തോട്ടഭൂമിയിലെ മരം മുറിക്കാൻ കരാറെടുത്ത 5 പേരിൽ ഒരാൾ സുധീഷ് കുമാറാണെന്ന് തെളിയിക്കുന്ന കരാർ പകർപ്പ് 24-ന് ലഭിച്ചു. കരാർ പത്രത്തിൽ 5-ാമനായി ഒപ്പിട്ടിരിക്കുന്നത് സാക്ഷാൽ സുധീഷ് കുമാർ. സർക്കാർ സർവീസിൽ നിന്നും പെൻഷനായ ഒരാൾക്ക് അതേ വകുപ്പുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഏർപ്പെടാൻ ഉടനടി പാടില്ല എന്നിരിക്കെയാണ് വിരമിച്ച 1 മാസം കഴിഞ്ഞ് ഈ റേഞ്ച് ഓഫീസർ കരാറുകാരനായി മാറിയത്. വനസംരക്ഷണത്തിനായി നിലകൊള്ളേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ വ്യാജ റിപ്പോർട്ട് നൽകി വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നു. സർവീസിലിരയ്ക്ക് നടത്തിയ ചട്ടവിരുദ്ധമായ നടപടികൾക്ക് പ്രത്യുപകാരമായി പണം നൽകാതെ മരമുറി കരാറിൽ പങ്കാളിയുമായി. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.